അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. നല്ല നാടൻ ചെമ്മീൻ വരട്ടിയതാണ്. നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള ചെമ്മീൻ, ആ 1 കിലോ ഫ്രഷ് ആക്കിയിട്ടുള്ള ചെമ്മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല കളറായിട്ടുണ്ട് സംഭവം, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഞാൻ ടേസ്റ്റ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞു. രുചിയിൽ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റമാണ് നല്ല ചെമ്മീൻ വരട്ടിയത്. തനി നാടൻ ചെമ്മീൻ വരട്ടിയതാണ്. കാണുമ്പോഴും അറിയാം സംഭവം. ഇതാണ് റിസൾട്ട്. ഹായ് ചങ്ങൈസ്, ഇപ്പോൾ രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അത് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? നല്ല അടിപൊളി ചെമ്മീനാണ്, നല്ല നാടൻ ചെമ്മീനാണ്. നല്ല 1 കിലോയോളം തൂക്കമുള്ള ചെമ്മീനാണ്. അത് നല്ല ഫ്രഷ് ആക്കിയ ചെമ്മീനാണ്. അപ്പോൾ നമ്മൾ ഈ ചെമ്മീൻ വെച്ച് ഉണ്ടാക്കുന്നത് നല്ല നാടൻ ചെമ്മീൻ വരട്ടിയതാണ്. അതെങ്ങനെയാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഐശ്വര്യമായിട്ട് നമ്മളെ അടുപ്പൊന്ന് കത്തിക്കണം. ഇപ്പം മഴയുള്ള നല്ല ഏരിയയാണ്. അപ്പോൾ വിറവെല്ലാം നല്ല നനഞ്ഞ് കിടപ്പുണ്ട്. അത് കത്തിച്ച് കൊണ്ടുവരിക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. അപ്പോൾ ഞാൻ വിറവൊക്കെ കത്തിച്ചിട്ട് നമുക്ക് മസാലയൊക്കെ തയ്യാറാക്കി നമ്മുടെ ചെമ്മീൻ വരട്ടാനുള്ളത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ എന്താ, നമുക്ക് അങ്ങോട്ട് പോകാമല്ലോ. അപ്പോൾ നമുക്കെന്തായാലും തീയൊന്ന് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ആക്കിയ ചെമ്മീനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1 കിലോ ചെമ്മീനാണ്. അപ്പോൾ ആ 1 കിലോ ചെമ്മീനിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതാ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാടൻ ഐറ്റംസാണ് എല്ലാം. അപ്പോൾ നമ്മൾ ഫ്രഷ് ആക്കിയ 1 കിലോ നാടൻ ചെമ്മീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചെമ്മീൻ വരട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്നത് തന്നെയാണ്. എല്ലാം നാടൻ സാധനങ്ങൾ, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നാടൻ സാധനങ്ങൾ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അത് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അതുപോലെ തന്നെ മല്ലിയില, മഞ്ഞൾപ്പൊടി, പച്ചമുളക് 2 ഐറ്റം, അതുപോലെ തന്നെ കുരുമുളക്, മുളക് പൊടി, കടുക്, തക്കാളി, കാശ്മീരി ചില്ലി, മസാല പൊടിച്ചത്, ഉപ്പ്, അതുപോലെ തന്നെ സവാള, വെളിച്ചെണ്ണ, വെള്ളം, അതുപോലെ തന്നെ ചെറുനാരങ്ങ. ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെമ്മീൻ വരട്ടാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്നുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. നമ്മൾ അടുപ്പ് നല്ല രീതിയിൽ കത്തിയിട്ടുണ്ട്. വിറക് വെച്ചിട്ട് നല്ല രീതിയിൽ കത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മഴയൊക്കെയാണ് എങ്കിലും വിറക് നല്ല രീതിയിൽ കത്തി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു ഉരുളി വെച്ചിട്ട് നമുക്കതിൻ്റെ ജോലി തുടങ്ങാം. ഉരുളി ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. നമ്മൾ മില്ലിൽ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ്. നമ്മൾ ഉരുളി നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 150 ml വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ബാക്കി വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ള 1 സ്പൂൺ കടുക് നമ്മളിട്ട് ആ കടുകൊന്ന് മൂത്ത് നല്ല പൊട്ടി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഒരു 50 ഗ്രാം ചതച്ച വെളുത്തുള്ളി അതിലോട്ട് ഇട്ടെടുക്കാം. ഇത് 1 കിലോ ഫ്രഷായിട്ടുള്ള ചെമ്മീന് വേണ്ടിയാണ്. ഒരു 50 ഗ്രാം വെളുത്തുള്ളി ഇട്ട്, അതുപോലെ തന്നെ ഒരു 50 ഗ്രാം ചതച്ച ഇഞ്ചിയും കൂടി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല രീതിയിലൊന്ന് നല്ല മുരിഞ്ഞ് ഒരു ബ്രൗൺ കളറിലോട്ട് വരണം. ആ സമയം ആകുമ്പോഴത്തേക്ക് ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക്, അത് 2 ഐറ്റം പച്ചമുളകാണ്. ഒരു 5 പച്ചമുളക്, നീളമുള്ള പച്ചമുളക് 5 എണ്ണം, അതുപോലെ തന്നെ ഒരു 3 തൊണ്ടൻ പച്ചമുളക്, അതും കൂടി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കറിവേപ്പില ഇട്ടാത്തതെന്ന് അത് ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒന്ന് രണ്ടാമത് അത് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് 2 ഐറ്റം, കറിവേപ്പില, കടുക്, ഇത്രയും സാധനം അത് നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ല, അത് നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 4 വലിയ സവാള കട്ട് ചെയ്തത്, ചെറുതായിട്ട് കട്ട് ചെയ്ത, ഈ സൈസിനുള്ള ചെറുതായിട്ട് കട്ട് ചെയ്ത 4 സവാള അതിലോട്ടിട്ട്, വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല രീതിയിൽ തന്നെ നല്ല വെന്ത് മൂത്ത് വരണം. ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട്. അത് കാണാൻ തന്നെ പറ്റില്ല, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് നല്ല ഒന്ന് വെന്ത് വരട്ടെ ആ സമയത്ത്. അപ്പോൾ ഈ സവാള വേവുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം.
ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ആദ്യമേ ഇടുമ്പോൾ അത് പെട്ടെന്ന് വെന്ത് വരും. അതിനാണ് ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തത് സവാളയിൽ. അപ്പോൾ നമ്മൾ സവാള നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 3 തക്കാളി, അതും ചെറുതായിട്ടായിരിക്കും തന്നെ 3 തക്കാളി, സാമാന്യം ഒരു വലിയ തക്കാളി തന്നെയാണ്, 3 തക്കാളി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മളൊരു ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂണിലൊരു 1/4 ടീസ്പൂണിന് മുകളിലോട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആ മഞ്ഞൾപ്പൊടി ഒന്ന് പിടിച്ച് വരുന്നേക്കും നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള ചെമ്മീൻ, ആ 1 കിലോ ഫ്രഷ് ആക്കിയിട്ടുള്ള ചെമ്മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ല സൈസുള്ള നല്ല കിടിലം കൊഞ്ചാട്ടോ. അപ്പം നല്ല രീതിയിൽ ഇതിനെ വന്നിട്ട് വരട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ പൊടിയിൽ നമ്മൾ ചേർത്തിട്ടുള്ള മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഒന്ന് വരണ്ട് വരുന്ന സമയത്ത് കൊണ്ട് നമുക്ക് ബാക്കിയുള്ള മസാല ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ആദ്യം ചേർക്കുന്നത് കുറച്ച് ചതയ്ക്കാത്ത പെരുംജീരകമാണ്. കുറച്ച് പെരുംജീരകം മുഴുവനോടെ അതിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കത്തോലം അതിനെ പൊടിച്ചതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. കുറച്ച് പട്ട, അതുപോലെ തന്നെ ഗ്രാമ്പു, ഏലയ്ക്ക, അതെല്ലാം വളരെ കുറച്ച് മതി. ഇത് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ചെയ്യുന്നേ ഉള്ളൂ. ആ കാഴ്ചയ്ക്കും ഒരു ഭംഗിയിട്ട് മുഴുവനോടെ അത് കിടക്കുമ്പോഴത്തേക്കും അതോടെ ഇട്ടൊന്ന് വരട്ടിയ ശേഷം കുരുമുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നമ്മൾ ഓരോ പൊടി ഇടുന്നപ്പോഴും നമ്മളിങ്ങനെ വരട്ടി കൊടുക്കുക. അപ്പോൾ അത് ആ ചെമ്മീനിലോട്ടൊന്ന് പിടിക്കും. ഓരോ ഐറ്റവും അതിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ സാധനം ഇട്ടിട്ടും ഇങ്ങനെ വരട്ടുന്നത്. ഇത് ഗരം മസാല ചതച്ചത്, അതും നമ്മളൊരു 1 സ്പൂൺ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ചതച്ചത്. എന്നിട്ട് വീണ്ടും നമ്മളതിനെ വരട്ടുക. ഇപ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട് ആ കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ ആ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ മസാല. നമ്മളെ ചെമ്മീൻ നല്ല രീതിയിൽ പിരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അടുത്ത ഐറ്റംസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ കാശ്മീരി ചില്ലിയാണ്, അതൊരു 2 സ്പൂണ് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് 1 സ്പൂണ് മുളക് പൊടി അതോട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മളെ പൊടി ഐറ്റംസ് എല്ലാം അതിലായിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിൽ ഇങ്ങനെ വരട്ടുക. നമുക്കൊരു കുറച്ച് വെള്ളം അതിലോട്ട് ഒഴിക്കും, ഒരു അല്പം വെള്ളം. ഇത് ഒന്ന് ഈ മസാലയൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടി ഒരു ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ തന്നെ നല്ല കളറായിട്ടുണ്ട് സംഭവം, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഞാൻ ടേസ്റ്റ് കൂടി ഒന്ന് വരണം. നമുക്ക് അവസാനമായിട്ട് ഒരു നാരങ്ങ മുറിച്ചതിൻ്റെ പകുതി നാരങ്ങ മാത്രം അതിലോട്ട് അതിൻ്റെ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെമ്മീനൊരു പുളിയും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നല്ല രീതിയിൽ വരട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചെമ്മീൻ വരട്ടിയത് നല്ല രീതിയിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലായിട്ടുണ്ട്. നല്ല വെന്ത് നല്ല വരണ്ട് നല്ല സെറ്റായിട്ടുണ്ട് സംഭവം, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില, അല്പം കറിവേപ്പിലയും കൂടി അതിലോട്ടിട്ട് കൊടുക്കാം.
എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വരട്ടിയെടുക്കുക സംഭവത്തിന്. സംഭവം അങ്ങനെ കാണാൻ തന്നെ നല്ല കളറുണ്ടല്ലേ സംഭവം. ഇതാ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചെമ്മീൻ വരട്ടിയത് അതിൻ്റെ അവസാന ഘട്ടത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിനി ഡിസ്പ്ലേ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും അവസാനമായിട്ട് ഒഴിക്കുന്നതാണ്. നമ്മളൊരു അല്പം വെളിച്ചെണ്ണ അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. മതി, നമ്മുടെ ജോലി ഫുള്ളും തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ചേട്ടന്മാരൊക്കെ വന്ന് അപ്പുറത്ത് ഇപ്പോൾ ഉണ്ട് കേട്ടോ. എന്തായാലും അവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളിത് കാണണം, നമ്മുടെ സംഭവം എങ്ങനെ ഉണ്ടെന്ന്. നല്ലൊരു വാഴയിലേക്ക് നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വരട്ടിയ ചെമ്മീൻ എടുത്ത് അതിൻ്റെ പുറത്തോട്ടൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചങ്ങാതി വരെ നമ്മുടെ ചെമ്മീൻ വരട്ടിയതാണ്. നല്ല സെറ്റായിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് ഒന്ന് ചേർന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരല്പം സവാളയും കൂടെ നമ്മളതിലോട്ട് ഇട്ട് കൊടുക്കുക. സവാളയൊന്നും ഒരുപാടൊന്നും വേണ്ട, നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം മതി. കുറച്ച് സവാള ഇട്ടു. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഇന്നത്തെ രുചിയിൽ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റമാണ് നല്ല ചെമ്മീൻ വരട്ടിയത്. എന്തായാലും നിങ്ങളിതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ചങ്ങാതി വരെ എങ്ങനെയുണ്ട് നമ്മളെ സംഭവം പൊളിയല്ലേ? അപ്പോൾ ഇത് നമ്മളെ തനി നാടൻ ചെമ്മീൻ വരട്ടിയതാണ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഈ ചെമ്മീൻ വരട്ടിയത് എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടി നമ്മളെ ചേട്ടന്മാർ വന്നിട്ട് നമ്മളെ ചേട്ടന്മാരാണ്. എല്ലാവരും വായോ, മടിച്ചിക്കാ വാ. നമ്മളെ മാമന്താ വന്നേ ഉള്ളൂ. സംഭവം നമ്മളെ തനി നാടൻ ചെമ്മീൻ വരട്ടിയതാണ്. കാണുമ്പോഴും അറിയാം സംഭവം ഇതാണ് റിസൾട്ട്. കാണുമ്പോഴും അറിയാം. അല്ല അത് ഇത് പാത്രം വീട്ടിൽ കൊണ്ടുപോകാനാണ്. പിന്നെ ഇത് ചെമ്മീൻ കഴിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് 2 ദോശ കൂടെ കൊണ്ടുവന്നതാണ്. അടിപൊളി. ഇതാണ് നമ്മളെ ചേട്ടന്മാരെന്നുള്ളത്. വീട്ടിൽ നിന്ന് ദോശ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് നമ്മളിന്ന് ഉണ്ടാക്കിയ രുചിയിൽ ഇന്നത്തെ സ്പെഷ്യലായിട്ട് തനി നാടൻ ചെമ്മീൻ വരട്ടിയത് കഴിക്കാൻ വന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. മിണ്ടാണ്ട മീശയെ കണ്ട നല്ല ചെമ്മീൻ്റെ കൊമ്പുറത്തെ മീശയാണ്. സംഭവം അങ്ങനെ ഉണ്ടോ നോക്ക്. അടിപൊളി തന്നെ സംഭവം. 2 ദോശ കൊണ്ട് വെച്ച് പിടിച്ചങ്ങ് പിടിക്കും. നാം വന്നിട്ട് കഴിച്ചു നോക്കും. എങ്ങനെയുണ്ട്? എരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദോശ ഒരു ദോശ എടുത്തിങ്ങോട്ട് വെച്ചാൽ 2 ദോശയെ കൊണ്ടാണ് ഇത്രയും ചെമ്മീൻ തിന്നാമെന്ന് നോക്കിയാണ്. ആവശ്യമല്ലേ ഉള്ളൂ. നല്ല തനി നാടൻ ദോശ, നമ്മളെ വീട്ടിലെ ദോശയാണ്. തട്ടുദോശ പോലെ ഒന്നുമില്ല, നമ്മളെ വീട്ടിൽ നല്ല വലിയ ദോശയാണ്. അപ്പം ഞാൻ എന്തായാലും ഇതിനൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. സംഭവം സെറ്റാണ്, അടിപൊളിയാണ്. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ രുചിയിൽ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ഐറ്റമായിട്ട് നിങ്ങളെ സ്വന്തം ശ്യാംദാസ് ഉണ്ടാവും. അപ്പോൾ ഇതും കൊണ്ട് നമ്മളെന്തായാലും അങ്ങോട്ട് പോവുകയാണ്. പോവാം. എന്നാൽ പിന്നെ വരും പോവാം. ഇപ്പോൾ ടാറ്റ പറഞ്ഞു എല്ലാവരും കൂടെ. ശരി എന്നാൽ.